ശ്രീകുട്ടി, ഇനി മോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ മോക്ക് മുത്തശ്ശിയുടെ കൂടെ ഇവിടെ കിടക്കാം. ആ ശരി മുത്തശ്ശി. അന്ന് മുത്തശ്ശി മോക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരും. മോളെ, ഐശ്വര്യ അറിയാതെ ചോദിച്ചതാ. മോള് വിഷമിക്കണ്ട. മോൾ അപ്പുറത്തേക്ക് ചെല്ല്. അവിടെ ശ്യാമ അമൃതയൊക്കെ ഉണ്ട്. എന്റെ മരുമക്കളാ. അവരെയൊക്കെ ഒന്ന് ചെന്ന് പരിചയപ്പെടും. ചെല്ല്. ആ ശ്രീകുട്ടി മോളെ, പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ പറ, കേക്കട്ടെ. അരുണേ, അരുണിങ് വന്നേ. ഇങ്ങ് വാ. എന്താ? വാ പറയാം. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വാ. നീ കാര്യം പറയാ ഐശ്വര്യ, വെറുതെ പറയല്ല, നേരിട്ട് കാണുക വേണ്ടത്. വേഗം വന്നേ. ആദ്യം നീ കാര്യം എന്താന്ന് പറ, എന്നിട്ട് ഞാൻ വരുന്നുള്ളൂ. ശരി, എനിക്ക് കാര്യം പറയാം. പറയേ. ആ അശ്വതിയില്ലേ, അവള് വന്നിട്ടുണ്ട്. ആര് വന്നോന്ന്? അശ്വതി, ആദ്യേട്ടന്റെ കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ അശ്വതി. ആ അശ്വതി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. താഴെയുണ്ട്. അല്ല, അശ്വതി താഴെ വന്നോ? അമ്പലത്തിൽ പോയി വരുമ്പോ ഞാനും അമ്മയും അശ്വതിയെ കണ്ടു. അമ്മയ്ക്കൊരു പ്രത്യേക വാത്സല്യൊക്കെ ഉണ്ടല്ലോ, രക്തമൊക്കെ കൊടുത്തതിന്റെ പേരില്. അങ്ങനെ അമ്മ വിളിച്ചു കൊണ്ടുവന്നതാ. ഐശ്വര്യ കൊണ്ട് എല്ലാം കുഴപ്പവും. എന്താ ചേച്ചി ഇത്? എന്തിനെങ്ങോട്ടേക്ക് വന്നേ? ദൈവമേ, അരുണേട്ടൻ അവിടെ ഉണ്ട്. ശരി, അരുണേട്ടൻ ഇന്നലെ കണ്ട ഒക്കെ അവസാനിച്ചു കേട്ടോ. അല്ല ശ്യാമേ, ഞാനായിട്ട് വന്നതല്ല, അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഓ ദൈവമേ. അന്നാ ആശുപത്രിയിൽ ബ്ലഡ് കൊടുത്തതിന്റെ ഒരു സ്നേഹം പോലെ. ശ്യാമേ, ഐശ്വര്യ അരുണിനെ വിളിക്കാനാ പോയേക്കുന്നെ. അരുൺ വരുന്നതിന് മുൻപ് അശ്വതി സേഫ് ആയിട്ടൊരു സ്ഥലത്ത് എത്തിക്കണം. വാ വാ വാ. അല്ല അത് അല്ല, അമ്മ വിളിച്ചപ്പോ അവര് കൂടെ വന്നോ? ആദ്യം നേരിട്ടൊന്ന് കാണ്. ഇന്നിവിടെ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം ചെയ്യാം, ആദ്യേട്ടനെ കൂടെ വിളിക്കാം. ഇങ്ങനെ നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അല്ല, ആ കുട്ടി എവിടെയെന്നാ പറഞ്ഞേ? ആ താഴെയുണ്ട്, അമ്മയുടെ അടുത്ത്. ഇങ്ങ് തന്നെ വാ. പോ ഇങ്ങോട്ട്. പെട്ടെന്നിറങ്ങ്. ഈശ്വര, എല്ലാം അവസാനിച്ചു. വാ വാ വാ. അങ്ങോട്ട് നിന്നു. ചില ചില ഇവിടെ നിൽക്ക. അശ്വതി, അശ്വതി. അശ്വതിയോ? നീ ആരെയും വിളിക്കുന്നേ? അശ്വതി എവിടെ? ഏത് അശ്വതി? ഐശ്വര്യടുത്ത് ആരെ കുറിച്ചാ ചോദിക്കുന്നേ? ഓ, അപ്പുറത്ത് താമസിക്കുന്ന ഡോക്ടറിന്റെ ഭാര്യ അശ്വതി ഇല്ലേ? അതായിരിക്കും ഐശ്വര്യടുത്തെ അന്വേഷിക്കുന്നത്. രണ്ടുപേരുടെ മുഖത്ത് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അവളെവിടെ? സത്യം പറ. ക്ഷമേ, ഐശ്വര്യക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ശരിയാ. എന്താ ഐശ്വര്യ, തല വല്ലയിടത്തും തട്ടിയോ? എന്ത്? മൊത്തത്തിൽ കിളി പോയോ? ഐശ്വര്യടത്തേക്ക് എന്താ സംഭവിച്ചത്? അമൃതടുത്ത് പറഞ്ഞ പോലെ ഐശ്വര്യടത്തേക്ക് എന്തോ കുഴപ്പം കാണുന്നുണ്ട്. നമുക്കേ വല്ല ഡോക്ടറിനെയും കാണിച്ചാലോ? കളിയാക്കാണോ? ശ്യാമേ, ഒന്ന് ഒഴിഞ്ഞു നിൽക്ക്. വയലന്റായി തുടങ്ങി. ഇപ്പൊ തന്നെ ഏതെങ്കിലും ഡോക്ടറിനെ വരുത്തി കാണിക്കണം കേട്ടോ. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഐശ്വര്യടുത്തി, അതെ, വന്നേ, ഭക്ഷണം കഴിക്കാം നമുക്ക്. ആ
ഭക്ഷണമൊക്കെ എല്ലാരും കഴിക്കും. ആദ്യം അവളെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് പറ. കണ്ടുപിടിച്ചോളാം. അശ്വതി, എന്റെ ദൈവമേ, കൊള്ളാവോ? അശ്വതി, അശ്വതി, അശ്വതി. ശ്യാമേ, എടുത്തി, നമുക്ക് തന്ത്രപരമായിട്ട് നീങ്ങി പറ്റൂ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ആ പൂജാമുറിയുടെ ഭാഗത്ത് പോയിട്ട് അവിടെയാണ് അശ്വതി ചേച്ചിയെ ഒളിപ്പിച്ചുവെന്ന് ഐശ്വര്യ അടുത്തേക്ക് തോന്നിപ്പിക്കുന്നത് പോലെ ഞാൻ പോയി നിക്കാം. അപ്പോ പിന്നെ ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കും. വഴക്കോ? അതെന്തിനാ? ഓ, എന്റെ അമൃതെടുത്തി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടുത്തി എന്റെ കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. ശരി, ചെല്ല, ഒന്ന് സൂക്ഷിച്ചോണേ. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, പോ. അശ്വതി. അശ്വതി, 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 അശ്വതി. എന്താ ഐശ്വര്യ, എന്തു പറ്റി? ഞാൻ കണ്ടുപിടിക്കും. എനിക്കേ എല്ലാം മനസ്സിലായി. ആദ്യേട്ടനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അശ്വതിയെ മാറ്റിയിരിക്കുന്നേ. അങ്ങോട്ട് മാറി നിക്ക്. ഐശ്വര്യ, അതന്നെ. അയ്യോ, അത് ശരി, അവൾ ഇവിടെ ഉണ്ടല്ലേ? മോറടി അങ്ങോട്ട്. എവിടെയടി അവള്? ഏതവള്? ഐശ്വര്യ അടുത്തേക്ക് ഇത് എന്താ പറ്റിയേ? എന്തിനെ കുറിച്ചായി പറയുന്നേ? ഞാനിപ്പോ വരാം. മോറടി ഇങ്ങോട്ട്. അശ്വതി, വാ വാ വാ. ഞാൻ എല്ലായിടത്തും നോക്കും. അവളെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. വേമ മാറങ്ങോട്ട്. വേമ വേമ. ഇവിടെ നിൽക്ക. ഇവിടെ ചേച്ചിന്റെ മോള്. മോളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അശ്വതി, ഇവിടെ നിൽക്ക. അമൃതെടുത്തി, അരുണേട്ടൻ അശ്വതി ചേച്ചി കണ്ടാ പിന്നെയുള്ള അവസ്ഥ എന്താണെന്നറിയാലോ. അയ്യോ ശ്യാമേ, എത്രയും പെട്ടെന്ന് അശ്വതി ചേച്ചി വീടിന് പുറത്തെത്തിക്കണം. എന്നിട്ട് ശ്രീകുട്ടി അരുണേട്ടൻ കാണാതെ മാറ്റണം. ഞാനേ ആദ്യം അശ്വതി പുറത്തെത്തിക്കാം. നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ അമ്മയുടെ റൂമിലെ ശ്രീകുട്ടി, അരുണേട്ടനും റൂമിലാ ഉള്ളത്. അശ്വതി, ശ്യാമേ. എന്റെ ദൈവമേ, ഐശ്വര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ തമ്മില് ചിലപ്പോ വലിയ ഇടി നടന്നിരിക്കാം. എടുത്ത് പേടിക്കരുത്. ഇടിയോ? എന്തിന്? ഓ, ഐശ്വര്യയുടെ ശ്രദ്ധ മാറ്റാനുള്ള നമ്പറാ. അശ്വതി, അശ്വതി, അശ്വതി. എന്റെ ഐശ്വര്യത്തെ വീണ്ടും വരും. അശ്വതി, ഇവിടെ എവിടെ പോയിരിക്കാം? കൊറേ സമയമായല്ലോ അശ്വതി അശ്വതി എന്ന് അന്വേഷിക്കുന്നു. എന്താ ഐശ്വര്യത്തി? ശ്യാമേ, നിന്റെ അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. അശ്വതിയെ നീ എവിടെ ഒളിപ്പിച്ചേക്കുന്നേ ഞാൻ കണ്ടുപിടിക്കും. എന്താ? അശ്വതിയെ കാണാനേ അരുണും കാത്തിരിക്ക. എന്തായാലും അരുണും കാണട്ടെ ഏട്ടന്റെ ആളെ. ഐശ്വര്യത്തി ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ വെറുതെ പ്രശ്നമാവും. നീ വിരല് ചൂണ്ടി സംസാരിക്കുന്നോടി. വിരല് ചൂണ്ടിയ എന്താ കുഴപ്പം? നീ പരസ്യമായിട്ട് ആളാകുന്നോടി. നിന്നെ ഞാൻ എടി എടുത്തി നീ പോ. എടി നിക്കേ, നിക്കടി അവിടെ. എടി നിക്കടി.
എന്റെ കൃഷ്ണ കാത്തോളേ. ഇവിടെ എവിടെ പോയേക്കുവാ? ഐശ്വര്യ നീ എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ തള്ളല്ലേ, ഒന്ന് വിട്ടേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. ആ അവൾ അവിടെ കാണും, ഞാൻ ബാൽക്കണിയിൽ ഒന്ന് നോക്കട്ടെ. നിങ്ങൾ ചെല്ല്. മോളെ, ആ മോക്ക് കഴിക്കാൻ മുത്തശ്ശി എന്താ തരണ്ടേ? എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. എന്നാ മുത്തശ്ശി ജ്യൂസ് എടുത്തിട്ട് വരാം. ആ മോളെ, എന്താ മോളുടെ പേര്? ശ്രീകുട്ടി. ആഹാ, നല്ല പേരാണല്ലോ. അല്ല, മോളുടെ അമ്മ എവിടെ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളുടെ അച്ഛനോ? എനിക്ക് അച്ഛനില്ല അങ്കിൾ. സോറി മോളെ. അങ്കിളിന്റെ പേരെന്താ? അങ്കിളിന്റെ പേര് അരുൺ വർമ്മ. ഇഷ്ടായോ മോൾക്ക്? ആ ഇഷ്ടായി. ആ അമ്മേ. ശ്രീകുട്ടി, ആ ഇതാ കുടിക്ക്. താങ്ക് യു മുത്തശ്ശി. അമ്മേ, ഈ കുട്ടിയുടെ അമ്മ എവിടെ? ശ്യാമയും അമൃതയും കൂടി കൂട്ടിക്കൊണ്ട് പോയേക്കാന്ന് തോന്നുന്നു. പാവം കുട്ടി, അച്ഛനില്ല. ഏതോ ഒരു മനസാക്ഷിയില്ലാത്തവനായിരിക്കും. പ്രേമിച്ച് വാക്കുകൊടുത്ത ശേഷം ഉപേക്ഷിച്ചതാണെന്നാ തോന്നേ. ഈ കുട്ടി വലുതായി കഴിഞ്ഞാ അച്ഛനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും അല്ലേ? അന്ന് ആശുപത്രിയിൽ എനിക്ക് ബ്ലഡ് തന്നത് മുതൽ എന്തോ ഇവളുടെ അമ്മയോട് എനിക്കൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നുക. എൻ്റെ മനസ്സിലെന്തോ പതിവില്ലാത്തൊരു ചാഞ്ചാട്ടം. വളരെ അടുപ്പമുള്ള ആരോ അടുത്തുള്ളതുപോലെ. മുളങ്ങ് വന്നേ, ചോദിക്കട്ടെ. മോൾക്ക് ജ്യൂസ് ഇഷ്ടായോ? ആ ഇഷ്ടായി. ജ്യൂസ് കുറച്ചുകൂടെ എടുക്കട്ടെ? വേണ്ട. ആ എന്നാ നമുക്ക് മുകളിൽ റൂമിൽ പോയി കളിക്കാം. ആ അപ്പടാ. വാ. ശ്യാമേ, ശ്യാമേ, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള പരിപാടിയായിരുന്നല്ലേ? അയ്യോ ഐശ്വര്യ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോളെ, മോളുടെ വീട്ടിലെ കളിക്കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയും, അങ്കിള് കേക്കട്ടെ. എനിക്കങ്ങനെ ആരുമില്ല കൂട്ടുകാരായിട്ട്. ആകെയുള്ളത് അനിക്കുട്ടി മാത്രമാണ്. അത് സ്കൂളിൽ വരുമ്പോ മാത്രം. ആ പോട്ടെ, മോള് വിഷമിക്കണ്ട. ഇനി എന്നും അങ്കിൾ ഉണ്ടാവും ശ്രീകുട്ടിക്ക്. എന്റെ മകൾ അവളുടെ അച്ഛന്റെ അടുത്ത് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരുടെ കളിക്കുകയല്ലേ? പിന്നെ ഇന്നേ കമ്പനിയിൽ ഒരു സംഭവം ഉണ്ടായി. കേട്ടത് കേൾക്കണം. എന്ത് തമാശയായിരുന്നറിയോ? എല്ലാരും കൂടെ ചിരിച്ച് ചിരിച്ച് തമാശ പോരെ ഇവിടുന്ന്. വേഗം വാ വാ. അയ്യോ, വേഗം വാ, വേഗം വാ. അയ്യോ എന്റെ മോള്, ഇവിടെ എന്റെ മോള് ശ്രീകുട്ടി. മോളെ ഞാൻ കൊണ്ടുവരാം, നീ സമാധാനമായിട്ട് നിൽക്ക്. എടുത്തി സോറി, ഞാൻ അറിയാതെ എടുത്തി തള്ളിയപ്പോ എടുത്തി വീണു പോയതാ. എന്നോട് ക്ഷമിക്കണം. നിന്നെ ഇന്ന് ഞാൻ എനിക്കിപ്പോ വേറൊരു അത്യാവശ്യമുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഓങ്ങിയിരുന്നു.
നിന്റെ അമ്മ എവിടെയാടി? അറിയില്ല ആന്റി. അറിയില്ലേ? എന്താ നിനക്ക് അറിയാൻ പാടില്ലാത്ത? എനിക്ക് സത്യമായിട്ട് അറിയില്ല ആന്റി. അറിയില്ല ആന്റി. ഐശ്വര്യ, നീ വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയാതെ. ഓ, എന്താ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞാല്? നിങ്ങളുടെ കുഞ്ഞൊന്നും അല്ലല്ലോ. ഐശ്വര്യ, ആരുടെ കുഞ്ഞായാലും എന്താ, ഇതൊരു കുഞ്ഞല്ലേ? ദേ, പാവം പേടിച്ചിരിക്കുക. പോട്ടെ മോളെ, ആന്റി വെറുതെ തമാശ പറഞ്ഞതാ. പിന്നെ തമാശ? ഇതിനോട് തമാശ പറഞ്ഞു കളിക്കുന്നേ? എല്ലാം ഫ്രോഡുകളോ. ദേ, ഇനി നീ മിണ്ടിപ്പോവരുത്. അത് കൊള്ളാം. എവിടെന്നോ കേറി വന്നൊരു കൊച്ചിന് വേണ്ടി ഭാര്യയെ ചവിട്ടി തേക്കുന്നോ? സ്വന്തം അച്ഛനാരാണെന്ന് പോലും അറിയാത്തൊരു കൊച്ചു. എന്താ അരുണേ, എന്താ കാര്യം? ഒന്നുമില്ലമ്മേ, ഈ പാവം കുട്ടിയെ ഓരോന്ന് പറഞ്ഞും ഐശ്വര്യ വെറുതെ പേടിപ്പിക്കുക. അല്ല, പറയുന്ന കേട്ടത്തോന്നുമല്ല അരുണിന്റെ കുട്ടിയാണ്. നിന്നെ ഞാൻ എന്താ മോളെ ഇത്? കുട്ടികളോട് സ്നേഹത്തോടെ വേണ്ടേ സംസാരിക്കാൻ? മോളെ വാ, നമുക്ക് മുത്തശ്ശിയുടെ മുറിയിലിരിക്കാം. വന്നേ. അമ്മ, നീ വാ. എന്താ ആന്റി? പറയാം, വാ. പെട്ടെന്ന് വാ. പെട്ടെന്ന് ഇറങ്ങ്. എന്താ? അതൊക്കെ പറയാം, വേഗം വാ. മോളെ, അമ്മേ, കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞുതരും. നിങ്ങൾ വേഗം അല്ല, ചെല്ല്. അമൃതേ, എന്റെ ബാഗ്. ബാഗൊക്കെ ഞാൻ കൊണ്ടുതരാം, നിങ്ങൾ പൊയ്ക്കോ. ഈ വീട്ടിൽ എന്തൊക്കെയോ ഒളിച്ചുകളി നടക്കുന്നുണ്ട്. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. എന്താ മോളെ ഇത്? ആ കുട്ടി പേടിച്ചു പോയി കാണില്ലേ? ഓ, നിങ്ങളുടെ ഒരു കുട്ടികളോടുള്ള സ്നേഹം നോയിക്കോ. ഈ വീട്ടിലെ എല്ലാ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. ഓ, അശ്വതി, ഇവൾ എങ്ങോട്ട് പോയി? അശ്വതി, അമ്മേ, ആ അശ്വതി ശ്രീകുട്ടി എവിടെയാ? ആഹാരം കഴിക്കാൻ നോക്കുമ്പോ അവരെ കാണുന്നില്ല. അവര് പോയെന്നാ തോന്നുന്നേ. ഏ, അവര് പോയിന്നോ? എവിടെ പോവാൻ? അമൃതേ, അമൃതേ, അതാ വരുന്നമ്മേ. എന്താ അമ്മേ? ദേ, ഈ അമൃതയുടെയും ശ്യാമയും കൂടെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് എനിക്ക് തോന്നുന്നേ. എന്താ ഐശ്വര്യയുടെ അടുത്ത് എന്തൊക്കെയാ പറയുന്നേ? ആരെ പറഞ്ഞു വെച്ചെന്നാ ഈ പറയുന്നേ? മോളെ, അന്ന് ആശുപത്രിയില് അമ്മയ്ക്ക് ബ്ലഡ് തന്നില്ലേ ആ കുട്ടി, അശ്വതി? ഓ, ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടു. ഒരു സന്തോഷമല്ലേന്ന് കരുതി അശ്വതിയും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആണോ അമ്മേ? എന്നിട്ട് ആ കുട്ടി വന്നായിരുന്നോ? അയ്യോ, എന്നിട്ട് അതെവിടെ പോയി? കണ്ടോ കണ്ടോ, രണ്ടുപേരും കൂടെ അഭിനയിക്കും അമ്മേ. അവൾ ഇവിടുന്ന് ഓടിച്ചത് ഇവര് രണ്ടുപേരും കൂടിയാ. ഇവരെന്തിനാ അവരെ ഓടിക്കുന്നേ മോളെ? ആ, അതെന്തിനാന്ന് വെച്ചാലേ, വേണ്ട, ഈ തള്ള ഇപ്പൊ ഒന്നും അറിയണ്ട. കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. ബോംബ് കൃത്യമായി പൊട്ടിക്കേണ്ട സമയത്തങ്ങ് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. മോളെന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ലമ്മേ. എന്നാലും ഒരു വാക്ക് പോലും പറയാതെ അവരിവിടെ പോയത് കഷ്ടമായല്ലോ. മക്കള് ചെല്ലുന്ന. ശരി അമ്മേ. എന്നാലും ആ കുട്ടി എന്താ പറയാതെ അങ്ങ് പോയേ? എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇവിടെ ഇന്ന് എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടന്നിട്ടുണ്ട്. അശ്വതിയെ ആദ്യേട്ടന്റെ മുമ്പിൽ എത്തിക്കാതിരിക്കാൻ ശ്യാമയും അമൃതേടത്തെയും കൂടി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. അമൃതേട്ടത്തി
അശ്വതിയെ കണ്ടുമുട്ടിയാ വെറുതെ ഇരിക്കോ? ബഹളം വെക്കില്ലേ? അതുമല്ല, അമൃതേട്ടത്തിൽ നല്ല ഹാപ്പി ആയിരുന്നു. ശ്യാമയുടെയും മുഖത്ത് നല്ല സന്തോഷമായിരുന്നു. നീ ചിലപ്പോ അശ്വതി ആയിരിക്കില്ല കണ്ടത്. ഒന്ന് വെറുതെ ഇരിക്കേ. എനിക്കറിയില്ല അശ്വതിയെ. ഈ വീട്ടിനകത്ത് എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട്, അതുറപ്പാ. എനിക്കോ അരുണിനോ അറിയാൻ പറ്റാത്ത തരത്തിലുള്ള എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട്.